ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ LGSന്റെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂപം നൽകുന്ന തടാകം ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി, പെരിയാർ വന്യജീവി സങ്കേതം. മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂപം നൽകുന്ന തടാകം ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ. വനനാശനം തടയാനും വൃക്ഷ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുമായി കേരള സർക്കാർ കേരള വൃക്ഷ സംരക്ഷണ നിയമം നടപ്പാക്കിയ വർഷം ഏത്? ഓപ്ഷൻ എ 1986. വനനാശനം തടയാനും വൃക്ഷ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുമായി കേരള സർക്കാർ കേരള വൃക്ഷ സംരക്ഷണ നിയമം നടപ്പാക്കിയ വർഷം ഏതാണ്? 1986. സംസ്ഥാന വനം വകുപ്പിന് കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം? ഓപ്ഷൻ സി, മംഗളവനം പക്ഷി സങ്കേതം. സംസ്ഥാന വനം വകുപ്പിന് കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിൽ കാണപ്പെടുന്ന ഏത് വനവൃക്ഷത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക? ഓപ്ഷൻ ബി, ചെങ്കുറിഞ്ഞി. കേരളത്തിൽ കാണപ്പെടുന്ന ഏത് വനവൃക്ഷത്തിൻ്റെ ശാസ്ത്രീയമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക, ചെങ്കുറിഞ്ഞിയുടെ? കട്ടിബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ഓപ്ഷൻ എ, ആറളം വന്യജീവി സങ്കേതം. കട്ടിബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ആറളം വന്യജീവി സങ്കേതം. 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായത്? ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കേരളത്തിൽ എവിടെയാണ്? ഓപ്ഷൻ ബി, കൊല്ലം. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കേരളത്തിൽ എവിടെയാണ്? കൊല്ലം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, കബനി മാത്രം കാവേരിയുടെ പോഷക നദിയാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിലെ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ഭവാനി, പാമ്പാർ എന്നിവ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു. അപ്പം ശരിയായ പ്രസ്താവനകളും കൂടി ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. കോയമ്പത്തൂർ പട്ടണത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ള വിതരണത്തിനായി കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏത്? ഓപ്ഷൻ ഡി, ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളത്തിനായി കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? ശിരുവാണി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്മാരകത്തോട്ടം കേരളത്തിലെ ഏത് അണക്കെട്ടിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, പെരുവണ്ണാമൂഴി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്മാരകത്തോട്ടം കേരളത്തിലെ ഏത് അണക്കെട്ടിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്? പെരുവണ്ണാമൂഴി. ലോക ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ, ന്യൂഡൽഹി. ലോക ഭൗമ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചത് ഏത് നഗരത്തിലാണ്? ന്യൂഡൽഹിയിൽ. 2025 IPL ക്രിക്കറ്റ് സീസണുകളുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ സി, 1, 2, 4 ശരി. ശരിയായ പ്രസ്താവനകൾ: ജേതാക്കൾ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ്, റണ്ണറപ്പ് പഞ്ചാബ് കിങ്സ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് പ്രസിദ്ധ് കൃഷ്ണ. 2025 IPL ക്രിക്കറ്റ് സീസണുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ: ജേതാക്കൾ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ്, റണ്ണറപ്പ് പഞ്ചാബ് കിങ്സ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് പ്രസിദ്ധ് കൃഷ്ണ. ഇന്ത്യയും ഏത് സംഘടന അല്ലെങ്കിൽ രാജ്യവുമായുള്ള വ്യാപാര കരാറിനെയാണ് മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി, യൂറോപ്യൻ യൂണിയൻ.
ഇന്ത്യയും ഏത് സംഘടന അല്ലെങ്കിൽ രാജ്യവുമായുള്ള വ്യാപാര കരാറിനെയാണ് മദർ ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്? യൂറോപ്യൻ യൂണിയൻ. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം? ഓപ്ഷൻ സി ചൈന. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 1 ഏതിനം യുദ്ധ ഉപകരണമാണ്? ഓപ്ഷൻ എ മിസൈല്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 1 ഏതിനം യുദ്ധോപകരണമാണ്? മിസൈല്. കുടുംബശ്രീ സംസ്ഥാന കലാമേളയായ അരങ്ങ് 2025 ഒന്നാമതെത്തിയ ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ. കുടുംബശ്രീ സംസ്ഥാന കലാമേളയായ അരങ്ങ് 2025 ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? കണ്ണൂർ. അനുമതികൾ, ലൈസൻസുകൾ എന്നിവ വേഗത്തിൽ ലഭ്യമാക്കാനായി പ്രവാഹ് പോർട്ടൽ അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. അനുമതികൾ, ലൈസൻസുകൾ എന്നിവ വേഗത്തിൽ ലഭ്യമാക്കാനായി പ്രവാഹ് പോർട്ടൽ അവതരിപ്പിച്ചത് ആരാണ്? റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റ് ലോഞ്ച് പാഡ് ഏത്? ഓപ്ഷൻ സി ധനുഷ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റ് ലോഞ്ച് പാഡ് ഏതാണ്? ധനുഷ്. പൂർണ്ണമായും 3D പ്രിന്റഡ് എഞ്ചിന് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഏത്? ഓപ്ഷൻ ബി അഗ്നിബാണ്. പൂർണ്ണമായും 3D പ്രിന്റഡ് എഞ്ചിന് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? അഗ്നിബാണ്. അടുത്തിടെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട അജിത് പവാർ ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്നു? ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. അടുത്തിടെ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട അജിത് പവാർ ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായ കായിക താരം ഏത്? ഓപ്ഷൻ ബി PV സിന്ധു. ഇന്ത്യയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായ കായിക താരം ഏതാണ്? ആരാണ്? PV സിന്ധു. ഇന്ത്യയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായ കായിക താരം PV സിന്ധു. ആരുടെ കവിതാ സമാഹാരമാണ് ഉൽക്കകൾ? ഓപ്ഷൻ ബി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആരുടെ കവിതാ സമാഹാരമാണ് ഉൽക്കകൾ? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കാട്ടുതീ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ്? ഓപ്ഷൻ ഡി പെഞ്ച് കടുവാ സങ്കേതം. കാട്ടുതീ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ്? പെഞ്ച് കടുവാ സങ്കേതം. 2025 P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ഡി ശശി തരൂർ. 2025 P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ശശി തരൂർ. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത്? ഓപ്ഷൻ ഡി ചതുപ്പുകളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത്? ചതുപ്പുകളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കമായ ടിയാൻഷാൻ ഷെങ്ങിലി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ചൈന. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വേഗപാത തുരങ്കമായ ടിയാൻഷാൻ ഷെങ്ലി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചൈന. 2025 ഡിസംബറിൽ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് സ്ഥാപിതമായതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത്? ഓപ്ഷൻ ബി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. 2025 ഡിസംബറിൽ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് സ്ഥാപിതമായതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. 2025 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം ജേതാവാര്?
ഓപ്ഷൻ ഡി കാർലോസ് അൽക്കാരസ്. 2025 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം ജേതാക്കളാരാണ്? കാർലോസ് അൽക്കാരസ്. 8 തവണ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് റെക്കോർഡിട്ട കേരളത്തിലെ MP ആര്? ഓപ്ഷൻ ബി കൊടിക്കുന്നിൽ സുരേഷ്. 8 തവണ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് റെക്കോർഡിട്ട കേരളത്തിലെ MP ആരാണ്? കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിന്റെ ഏത് മേഖലയുടെ ചരിത്രത്തെ പറ്റി ഉള്ളതാണ് കേരള 1956 ടു ദ സെന്റ് ഇന്ത്യാസ് മിറക്കിൾ സ്റ്റേറ്റ് എന്ന പുസ്തകം? ഓപ്ഷൻ ബി സമ്പദ് വ്യവസ്ഥ. കേരളത്തിന്റെ ഏത് മേഖലയുടെ ചരിത്രത്തെ പറ്റിയുള്ളതാണ് കേരള 1956 ടു പ്രസന്റ് ഇന്ത്യാസ് മിറക്കിൾ സ്റ്റേറ്റ് എന്ന പുസ്തകം സമ്പദ് വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷവും മാസവും ഏതാണ്? ഓപ്ഷൻ ഡി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷവും മാസവും ഏതാണ്? 1949 നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻ എ MK ഗാന്ധി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ്? MK ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അതായത് നമ്മുടെ ഗാന്ധിജിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ഗാന്ധിജി, അതായത് MK ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള ഉള്ളടക്കം എപ്രകാരം ആയിരുന്നു? ഓപ്ഷൻ ഡി 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പാക്കാനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമേത്? ഓപ്ഷൻ എ മാർഗനിർദ്ദേശക തത്വങ്ങൾ. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പാക്കാനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 101 ഭേദഗതി. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി, അതായത് നമ്മുടെ GST, ചരക്ക് സേവന നികുതി അഥവാ GST പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101 ഭേദഗതി. GST പ്രാബല്യത്തിലാക്കിയത് 101 ഭേദഗതി. ചരക്ക് സേവന നികുതി GST. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകിയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ സി ഖിലാഫത്ത് പ്രസ്ഥാനം. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകിയ പ്രക്ഷോഭം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഏത് നിയമത്തിനെതിരായ സമരമാണ് പഞ്ചാബിൽ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവർ നയിച്ചത്? ഓപ്ഷൻ എ റൗലറ്റ് നിയമം. ഏത് നിയമത്തിനെതിരായ സമരമാണ് പഞ്ചാബിൽ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവർ നയിച്ചത്? റൗലറ്റ് നിയമം. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ എ കൊൽക്കത്തയിൽ. നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ ഡി അരബിന്ദോ ഘോഷ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? അരബിന്ദോ ഘോഷ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടുന്നവരാണ് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണേ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടുന്നവര് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു. ഇന്ത്യയുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ സി PC മഹലോനോബിസ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? PC മഹലോനോബിസ്. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്?
മഹലോനോബിസ് മോഡൽ എന്നല്ലേ, മഹലോനോബിസ് മാതൃക എന്നാണ് ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതാരാണ്? PC മഹലോനോബിസ്. അങ്ങനെ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് എങ്ങനെയാ? മഹലോനോബിസ് മാതൃക അല്ലെങ്കിൽ മഹലോനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നിലവിൽ ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് 1971 വരെ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. നിലവിൽ ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് 1971 വരെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്നത്? ബംഗ്ലാദേശ്. ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ എ 1949 ജനുവരി 1. ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1949 ജനുവരി 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏത്? ഓപ്ഷൻ സി 1951-52. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏതാണ്? 1951-52. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത് ആര്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയതാരാണ്? കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥക്കാർ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് നിവേദനം സമർപ്പിച്ചത്? ഓപ്ഷൻ എ റാണി സേതുലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥക്കാർ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് നിവേദനം സമർപ്പിച്ചത്? റാണി സേതുലക്ഷ്മി ഭായി. സവർണജാഥ ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? മന്നത്ത് പത്മനാഭന്റെ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണേ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം, മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. വാഗൺ കൂട്ടക്കൊല ഉണ്ടായത് എന്ന്? ഓപ്ഷൻ ഡി 1921 നവംബർ. വാഗൺ കൂട്ടക്കൊല ഉണ്ടായതെന്നാണ്? 1921 നവംബർ. വാഗൺ കൂട്ടക്കൊല ഉണ്ടായത് 1921 നവംബർ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ ഡി AV കുട്ടിമാളു അമ്മ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തത് AV കുട്ടിമാളു അമ്മ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടുന്നവരാണ് ആര്യ പള്ളം, ദേവകി നരീക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവർ ആര്യ പള്ളം, ദേവകി നരീക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ചതാര്? ഓപ്ഷൻ സി വക്കം മൗലവി. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ചതാരാണ്? വക്കം മൗലവി. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ചുവടെ നൽകുന്നു. കിഴക്കൻ തീരത്തെ തുറമുഖങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 ശരി. വിശാഖപട്ടണം, തൂത്തുക്കുടി, ഹാൽദിയ. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ചുവടെ നൽകുന്നു. കിഴക്കൻ തീരത്തെ തുറമുഖങ്ങൾ ഏതെല്ലാമാണ്? വിശാഖപട്ടണം, തൂത്തുക്കുടി, ഹാൽദിയ. സപ്ത സഹോദരിമാർ എന്നറിയപ്പെട്ട കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ഒഡീഷ. സപ്ത സഹോദരിമാർ എന്ന കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒഡീഷ. ഇതിൻ്റെയൊക്കെ എല്ലാം കോഡ് ഷോർട്സിലുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഷോർട്സിൽ നോക്കി ഇതിൻ്റെയൊക്കെ കോഡ് പഠിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതല പ്രദേശങ്ങളിലെ പ്രധാന മഴക്കാലം ഏത്? ഓപ്ഷൻ എ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ പ്രധാന മഴക്കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി താപ്തി.
താപ്തി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഉൾപ്പെടാത്തത് താപ്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഓപ്ഷൻ എ കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. ചുവടെ പറയുന്നവയിൽ മുംബൈ ആസ്ഥാനമല്ലാത്ത സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി പഞ്ചാബ് നാഷണൽ ബാങ്ക്. ചുവടെ പറയുന്നവയിൽ മുംബൈ ആസ്ഥാനമല്ലാത്ത സ്ഥാപനം ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ് കേട്ടോ. ഇപ്പോൾ ചുവടെ പറയുന്നവയിൽ മുംബൈ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഭാരതീയ റിസർവ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നബാർഡിൻ്റെ ഒക്കെ ആസ്ഥാനം മുംബൈയിലാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. മിമിക്രിയെ അംഗീകൃത കലാരൂപമായി കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച വർഷം? ഓപ്ഷൻ ബി 2023. മിമിക്രിയെ അംഗീകൃത കലാരൂപമായി കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച വർഷം 2023. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ അമൻ സഹ്റാവത്ത് ഏതിനത്തിലായിരുന്നു മത്സരിച്ചത്? ഓപ്ഷൻ സി ഗുസ്തി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ അമൻ സഹ്റാവത്ത് ഏതിനത്തിലായിരുന്നു മത്സരിച്ചത്? ഗുസ്തി. എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി, മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക് ഗോൾഡ് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി അഭിനവ് ബിന്ദ്ര. എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി, മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക് ഗോൾഡ് ആരുടെ ആത്മകഥയാണ്? അഭിനവ് ബിന്ദ്ര. ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള നിക്ഷേപം ഏത്? ഓപ്ഷൻ ബി സ്ഥിര നിക്ഷേപം. ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള നിക്ഷേപം ഏതാണ്? സ്ഥിര നിക്ഷേപം. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ ബി കണ്ണ്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? കണ്ണ്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം ഉപയുക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണം ഏത്? ഓപ്ഷൻ സി സ്റ്റെതസ്കോപ്പ്. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം ഉപയുക്തമാക്കുന്ന വൈദ്യശാസ്ത്ര ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴല്? ഓപ്ഷൻ സി വൃക്കാധമനി. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴല് വൃക്കാധമനി. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നവയാണ് വെള്ളായനി ഹ്രസ്വ? ഓപ്ഷൻ ബി കിഴങ്ങുവർഗം. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നവയാണ് വെള്ളായനി ഹ്രസ്വ? കിഴങ്ങുവർഗം. മണ്ണിന്റെ ക്ഷാരത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഓപ്ഷൻ ബി അലൂമിനിയം സൾഫേറ്റ്. മണ്ണിന്റെ ക്ഷാരത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അലൂമിനിയം സൾഫേറ്റ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ കെൽവിൻ. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയാണ്? ഓപ്ഷൻ ബി പ്ലവന പ്രക്രിയ. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ഓപ്ഷൻ എ ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ആമാശയത്തിലെ ഏത് അറയിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ആഹാരമാണ് പശുക്കൾ തിരികെ വായിലെത്തിച്ച് വീണ്ടും ചവച്ചരയ്ക്കുന്ന അയവിറക്കൽ പ്രക്രിയ? ഓപ്ഷൻ ഡി റൂമൻ. ആമാശയത്തിലെ ഏത് അറയിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ആഹാരമാണ് പശുക്കൾ തിരികെ വായിലെത്തിച്ച് വീണ്ടും ചവച്ചരയ്ക്കുന്ന അയവിറക്കൽ പ്രക്രിയ? റൂമൻ. സ്റ്റിബിയം എന്ന ലാറ്റിൻ പേരുമായി ബന്ധപ്പെട്ട മൂലകം? ഓപ്ഷൻ സി ആന്റിമണി. സ്റ്റിബിയം എന്ന ലാറ്റിൻ പേരുമായി ബന്ധപ്പെട്ട മൂലകം ആന്റിമണി. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട സമവാക്യം ഏത്? ഓപ്ഷൻ എ F=ma. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട സമവാക്യം ഏതാണ്? F=ma. നീല, ചുവപ്പ് എന്നിവ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണം ഏത്? ഓപ്ഷൻ എ മജന്ത. നീല, ചുവപ്പ് എന്നിവ ചേരുമ്പോഴുള്ള വർണ്ണം ഏതാണ്? മജന്ത. ഒരേ സമയം അന്തസ്രാവി ഗ്രന്ഥി, ബാഹ്യസ്രാവി ഗ്രന്ഥി എന്നിവയുമായി പ്രവർത്തിക്കുന്നത് ഏത്? ഓപ്ഷൻ സി പാൻക്രിയാസ്. ഒരേ സമയം അന്തസ്രാവി ഗ്രന്ഥി, ബാഹ്യസ്രാവി ഗ്രന്ഥി എന്നിവയായി പ്രവർത്തിക്കുന്നത് ഏതാണ്? പാൻക്രിയാസ്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴാൻ കാരണം എന്താണ്? ഓപ്ഷൻ ബി നിശ്ചല ജഡത്വം. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ
പിന്നിലേക്ക് വീഴാൻ കാരണം എന്താണ്? നിശ്ചല ജഡത്വം. ഏത്തപ്പഴത്തിൻ്റെ ഗന്ധത്തിനായി ഉപയോഗിക്കുന്ന എസ്റ്റർ. ഓപ്ഷൻ എ അമൈൽ അസറ്റേറ്റ്. ഏത്തപ്പഴത്തിൻ്റെ ഗന്ധത്തിനായി ഉപയോഗിക്കുന്ന എസ്റ്റർ ഏതാണ്? അമൈൽ അസറ്റേറ്റ്. വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ സി ക്രയോജനിക്സ്. വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. ഡോളമൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ മഗ്നീഷ്യം. ഡോളമൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മഗ്നീഷ്യം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ഓപ്ഷൻ സി മൊനീറ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി എന്നിവ കേരളത്തിൽ കാണപ്പെടുന്ന ഏതിനം സസ്യങ്ങളാണ്? ഓപ്ഷൻ എ കണ്ടൽ ചെടികൾ. ഉപ്പട്ടി, ചെറിയ ഉപ്പട്ടി എന്നിവ കേരളത്തിൽ കാണപ്പെടുന്ന ഏതിനം സസ്യങ്ങളാണ്? കണ്ടൽ ചെടികൾ. 81 മുതൽ 100 വരെയുള്ള 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും അതല്ലാതെ സ്പെഷ്യലായിട്ട് വേറെ ക്ലാസ്സുകൾ മാത്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം പോയി കണ്ട് പഠിക്കുക. എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഈ 20 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. പിന്നെ തൊഴിൽ വാർത്ത ഉള്ളവർ തൊഴിൽ വാർത്തയിൽ നോക്കി പഠിക്കുക കേട്ടോ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങളുണ്ട്, അതിനും കൂടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.